ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് പിന്നാലെ കൊച്ചിയിലെത്തി സന്തോഷം പങ്കുവച്ച് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ. തനിക്ക് ലഭിച്ച ബഹുമതി മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും 48 വർഷം തന്നോടൊപ്പം സഹകരിച്ച എല്ലാവരെയും ഈ നിമിഷം ഓർക്കുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു. എളമക്കരയിലെ വീട്ടിലെത്തിയ അമ്മയെ കണ്ട ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം കേക്ക് മുറിച്ചാണ് മോഹൻലാൽ സന്തോഷം പങ്കുവച്ചത്. പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ചെന്നൈയിലായിരുന്ന മോഹൻലാൽ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. എളമക്കരയിലുള്ള വീട്ടിലെത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങി. പിന്നീട് വാർത്താസമ്മേളനം. താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത പുരസ്കാരമാണെന്നും മലയാള സിനിമയ്ക്ക് പരിമിതികളില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ, അതിൽ പ്രവർത്തിച്ചിരുന്നവർ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ, ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു. എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. വിമർശനങ്ങളെ താൻ തോളിലേറ്റി വയ്ക്കാറില്ല. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുരസ്കാര വിവരം അറിയിച്ചപ്പോൾ വിശ്വാസമായില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ച് മോഹൻലാൽ ആഹ്ലാദം പങ്കിട്ടു. സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂർ, നിർമ്മാതാവ് രഞ്ജിത്ത്, സംവിധായകൻ തരുൺ മൂർത്തി തുടങ്ങിയവർ മോഹൻലാലിനൊപ്പം പത്രസമ്മേളനത്തിലെത്തിയിരുന്നു. 23-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങും. മോഹൻലാലിന്റെ പുരസ്കാര നേട്ടത്തിൽ അഭിമാനവും സന്തോഷവുമെന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞു. ലാലേട്ടനെ തേടി ഇത്രയും വലിയ ഒരു അംഗീകാരം രാജ്യം സമ്മാനിച്ചതിൽ ഏതൊരു മലയാളിയെയും പോലെ, സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു പ്രേക്ഷകനെയും പോലെ ഞാനും അങ്ങേയറ്റം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മീഡിയ 1 കൊച്ചി.